നമസ്കാരം. BMS ഡോക്ടർ ചാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ സർജറി വിഭാഗത്തിലെ ഡോക്ടർ സനു പി മൊയ്തീനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി സംവദിക്കുന്നത്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരീരത്തിലെ ജോലിയും എന്താണ്? കഴുത്തിൻ്റെ മുന്നിലായി തോളലിൻ്റെ തൊട്ട് മേളിലുമായിട്ട് ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് എന്നുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും, ഉദാഹരണം വളർച്ച, താപനില ക്രമീകരിക്കുക, ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുക എന്നുള്ള എല്ലാത്തിനുമായിട്ട് നിയന്ത്രിക്കുന്ന T3, T4, T എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക, അതായത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ജോലി. ഈ ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും രക്തം വഴി അത് ശരീരത്തിൻ്റെ മറ്റെല്ലാ അവയവങ്ങളിലെത്തുകയും അവിടെയാണ് അതിൻ്റെ ആക്ഷൻസ് നടക്കുന്നത്. പ്രത്യേകിച്ച് കൗമാരക്കാരിലെ ശാരീരിക വളർച്ച, അതേപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ച, നമ്മുടെ ശരീരത്തിൻ്റെ താപനില, വണ്ണം, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മാസ്റ്റർ കൺട്രോളറാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നുള്ളത്. തൈറോയിഡിന് ശരീരത്തിൽ ചെയ്യുന്ന ജോലികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗാവസ്ഥകൾ ഏതൊക്കെയാണ്? തൈറോയിഡിനെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ നമ്മൾ രണ്ട് തരമായിട്ട് തരംതിരിക്കാം. ഒന്ന്, അതിൻ്റെ ഫങ്ഷൻ അഥവാ അതിൻ്റെ ജോലിയെ ബാധിക്കുന്നതും, രണ്ട്, അതിൻ്റെ ഘടനയെ ബാധിക്കുന്നതും, അതായത് അനാറ്റമിക്കലായിട്ടുള്ള പ്രോബ്ലംസ്. ജോലിയെ ബാധിക്കുന്ന, ഫങ്ഷനെ ബാധിക്കുന്നതാകുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടി പോകുന്നതോ കുറഞ്ഞു പോകുന്നതോ ആയ രോഗാവസ്ഥകൾ. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ പ്രൊഡക്ഷൻ അമിതമാവുന്ന അവസ്ഥ. അതാണ് അതിൻ്റെ ഫങ്ഷനെ ബാധിക്കുന്നത്. ഇനി അതിൻ്റെ ഘടനയെ ബാധിക്കുന്നതാണ് തൈറോയിഡിലുണ്ടാകുന്ന തടിപ്പുകൾ, മുഴകൾ, ക്യാൻസറുകൾ തുടങ്ങിയ രോഗങ്ങളും. തൈറോയിഡൈറ്റിസ് എന്നുള്ള രീതിയിൽ സ്ത്രീകളിലായിട്ട് കണ്ടുവരുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം, ഇതും അതിൻ്റെ ഘടനയെ ബാധിക്കുന്നതാണ്. ഇതിലേറ്റവും സാധാരണമായി കണ്ടുവരുന്ന തൈറോയ്ഡ് രോഗം ഏതാണ്? ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് അനുസരിച്ച് തന്നെ പഠനങ്ങൾ കാണിക്കുന്ന പല രോഗങ്ങളും വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ, മലയോര പ്രദേശങ്ങളിലുള്ള ആളുകളിലാണെന്നുണ്ടെങ്കിൽ അവയിൽ കണ്ടുവരുന്നത് തൈറോയിഡിൻ്റെ ഫങ്ഷനെ ബാധിക്കുന്ന രോഗങ്ങളും, അതേപോലെ നോഡുലാർ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയിഡിലുണ്ടാകുന്ന മുഴകളുമാണ്. അതേപോലെ ഹൈപ്പോ തൈറോയിഡ്. പിന്നെ സ്ത്രീകളിലായിട്ട് അധികം കാണുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉൽപ്പാദനം കുറഞ്ഞു പോകുന്ന രോഗാവസ്ഥയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കേരളത്തിൻ്റെ തന്നെ തീരദേശ മേഖലകളിലായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് തൈറോയ്ഡ് ക്യാൻസർ രോഗങ്ങളാണ്. അപ്പോൾ ഓരോ ജിയോഗ്രഫി അനുസരിച്ച് അസുഖങ്ങൾ വേരി ചെയ്യാറുണ്ട്. എന്നാലും അധികമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് തൈറോയ്ഡ് ഹോർമോണുമായിട്ട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. അത് ഹൈപ്പോ തൈറോയിഡിസം ആവാം, ഹൈപ്പർ തൈറോയിഡിസം ആവാം. സാർ, ഇപ്പോൾ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളുടെ പ്രകടമായ ലക്ഷണങ്ങളൊന്ന് പറയൂ. അതായത് ഫങ്ഷണൽ രോഗങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം, ഹോർമോൺ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് അമിതമായിട്ടുള്ള തടി വയ്ക്കുക, ശരീരം മൊത്തം ചീർക്കുക, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനകൾ, മുട്ടുവേദന, പുറം വേദന എന്നുള്ള രീതിക്ക് അവിടെ ഇവിടെയൊക്കെയുള്ള വേദനകൾ, ക്ഷീണം, അമിതമായ ക്ഷീണം. രോഗി ബെഡിൽ നിന്ന് എണീക്കാൻ തന്നെ ഭയങ്കര ലേസി ആയിരിക്കും, ഫുൾ ടൈം സ്ലീപ്പ്, ഉറക്കമായിരിക്കും, ഉറങ്ങിയ ഒരു അവസ്ഥയായിരിക്കും, ഉന്മേഷക്കുറവ്, പഠനത്തിൽ താല്പര്യം, കുട്ടികളിലാണെങ്കിൽ പഠനത്തിൽ താല്പര്യം ഉണ്ടാവില്ല, ഉറക്കം തൂങ്ങിയിരിക്കുക തുടങ്ങിയ അവസ്ഥകൾ. പിന്നെ മലബന്ധം, ഹൃദയമിടിപ്പ് കുറയുക, ഓർമ്മക്കുറവ് ഉണ്ടാവുക, സ്ത്രീകളിലാണെങ്കിൽ മെൻസസ് സൈക്കിൾസ് ഇറഗുലർ ആവുക തുടങ്ങിയ, അതല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ്, കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള രോഗത്തിലുണ്ടാവുക. ഇതിൻ്റെ നേർ വിപരീതമാണ് ഹൈപ്പർ തൈറോയിഡിസം, അതായത് അമിതമായിട്ടുള്ള രീതിയിൽ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നു, ലൂസ് സ്റ്റൂൾസ്, അതായത് ഡയറിയ പോലെയുള്ള അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിന് അമിതമായിട്ട് ചൂട് അനുഭവപ്പെടുക, മുടി കൊഴിയുക, ശരീരം മെലിഞ്ഞു പോവുക, അതേപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിലും ഇവിടെയും മാസമുറകളിലുള്ള മാറ്റങ്ങൾ, പിന്നെ മാസമുറ താളം തെറ്റുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ബുദ്ധിമുട്ട്, ഫെർട്ടിലിറ്റി പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ അതുമൂലം ഉണ്ടാകുന്നത് തൈറോയ്ഡ് നൊഡ്യൂൾസ് എന്ന് പറയും. തൈറോയ്ഡിലുണ്ടാകുന്ന തടിപ്പുകൾ, അതായത് കഴുത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കണ്ടുവരുന്ന തടിപ്പുകൾ, അത് ഒരു തടിപ്പാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തടിപ്പുകളാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അതിലെല്ലാത്തിലും ചിലപ്പോൾ ഹോർമോൺ വ്യതിയാനം സംഭവിച്ചാൽ മാത്രമേ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് തടിപ്പ് മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ. ഈ തൊണ്ടമുഴ വേറൊരു അസുഖമാണോ അതോ ഇതിൻ്റെ തന്നെ ഭാഗമാണോ?
തൈറോയിഡ് മുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേഷ്യൻസും വന്ന് നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ കുറേ നാളായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബ്ലഡിലൊന്നും ഇല്ലായിരുന്നു പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫങ്ഷനാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ഗ്രന്ഥി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ബ്ലഡിൽ നമ്മൾ അറിയുന്നുള്ളൂ. ഗ്രന്ഥിയുടെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ കഴുത്തിലെ തടിപ്പോ മുഖകളോ പാൽപ്പേറ്റ് തൊട്ട് നോക്കിയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. തൊണ്ടമുഖ എന്ന് പറയുന്നത് അതൊരു നാട്ടുവർത്തമാനാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പ്രാദേശികമായിട്ട് ആളുകൾ പറയുന്നതാണ്. തൊണ്ടമുഖ പലതിൻ്റെയും ലക്ഷണങ്ങളാവാം, തൈറോയിഡിൻ്റെ ആവാം, ചിലപ്പോൾ കുറച്ച് മേളിലേക്കാണെന്നുണ്ടെങ്കിൽ കഴുത്തിലുണ്ടാകുന്ന ലിംഫ് നോഡ്സ് വീക്കങ്ങളാവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വളർച്ചകളാവാം. അപ്പോൾ അത് തൈറോയിഡിൻ്റെ തന്നെ ആണെന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. തൊണ്ടമുഖ എന്നുള്ളത് ഒരു ഗ്ലോബൽ ടൈം, അതായത് പൊതുവായിട്ട് കഴുത്തിൽ വരുന്ന എന്ത് തടിപ്പുമാകാം. തൈറോയിഡ് പൊതുവേ കണ്ടുവരുന്നത് കൂടുതൽ ഒരു കാറ്റഗറി ഉണ്ടോ, ഒരു ജനറൽ കൂടുതലുണ്ടോ, സ്ത്രീയിലോ പുരുഷനിലോ കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറയാൻ പറ്റുമോ? തൈറോയിഡ് രോഗങ്ങൾക്ക് പൊതുവേ കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസവത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ശരീരം ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കണം. അപ്പോൾ ആ പ്രസവത്തോടു കൂടി സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നീട് തൈറോയിഡ് ഗ്രന്ഥിയെ ശരീരം തന്നെ നശിപ്പിച്ച് കളയുന്ന ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന രോഗത്തിലേക്ക് നയിക്കുകയും അതുകൊണ്ട് ആ ഒരു കണ്ടീഷനോടു കൂടി തന്നെ സ്ത്രീകളിലാണ് അധികമായിട്ട് തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുവരുന്നത്. ഇതുകൂടാതെ സ്ത്രീകളിലെ ഹോർമോൺ ചേഞ്ചസ് ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ മെൻസ്ട്രൽ സൈക്കിൾസ്, മെനോപോസ്, അങ്ങനെയുള്ള ഓരോ കാലഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തൈറോയ്ഡ് രോഗങ്ങൾ പൊതുവായിട്ട് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഉണ്ടാവാനുള്ള പല കാരണങ്ങളും സാറ് പറഞ്ഞു. അതുപോലെ തൈറോയ്ഡ് രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഫങ്ഷണൽ രോഗങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, അതായത് സ്വന്തം ശരീരം തന്നെ തൈറോയിഡിനെ നശിപ്പിച്ച് കളയുന്ന അവസ്ഥ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിലാണ് കൂടുതൽ. പിന്നെ പാരമ്പര്യമായിട്ടും ചില പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചില വൈറൽ ഇൻഫെക്ഷൻസ് നടന്നു കഴിയുമ്പോൾ ശരീരത്തിന് തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിച്ച് കളയും. അതല്ലാതെ ഭക്ഷണക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില പ്രത്യേക ഭക്ഷണങ്ങൾ, ഉദാഹരണം ബ്രാസിക്ക ഫാമിലിയിൽപ്പെട്ട ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ലെറ്റ്യൂസ് തുടങ്ങിയ ആഹാരങ്ങൾ, അതേപോലെ സോയാബീൻ, ഗ്രീൻ ടീ തുടങ്ങിയ ആഹാരങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല, അത് നിയന്ത്രിച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ സെലീനിയം, സിങ്ക് അവ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഡയറ്റിൽ അതും കൂടെ അല്പം കൂടുതലായിട്ട് എടുത്താൽ നല്ലതാണ്. പിന്നെ അയഡിൻ അടങ്ങിയ സോൾട്ട്, നമുക്കിപ്പോൾ പൊതുവായിട്ട് അയഡൈസ്ഡ് സോൾട്ട് മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ അയഡിൻ അടങ്ങിയ സോൾട്ട് തൈറോയ്ഡ് രോഗങ്ങൾക്ക്, ഹൈപ്പോതൈറോയിഡിസം അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. പക്ഷേ അമിതമായിട്ട് അയഡിൻ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പം സമീകൃത ആഹാരം എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ പോയാൽ കുഴപ്പമില്ല. അതുപോലെ കടൽ മത്സ്യങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്. പണ്ടൊക്കെ മലയോര മേഖലകളിൽ കടൽ മത്സ്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്. അതൊക്കെ നമ്മുടെ ദൈനംദിന ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ പ്രശ്നങ്ങളില്ല. പിന്നെ സ്ട്രെസ്സ് ഒരു ഘടകമാണ് തൈറോയ്ഡ് രോഗങ്ങൾക്ക്. അതായത് നമുക്ക് സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് കൂടി നിൽക്കുകയും അത് തൈറോയ്ഡ് ഹോർമോണിനെതിരായിട്ട് പ്രതികരിക്കുകയും അങ്ങനെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജീവിത ശൈലികൾ, നമ്മുടെ സ്ട്രെസ് അടങ്ങിയ ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൈറോയ്ഡ് ഹോർമോണിനെ ബാധിക്കും. അപ്പം ഫുഡ്, ഡയറ്റ്, സ്ട്രെസ്സ്, ഇതാണ് മെയിനായിട്ടുള്ള ഘടകം. പിന്നെ ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ എവിടെയെങ്കിലും പാരമ്പര്യമായിട്ട് തൈറോയ്ഡ് രോഗങ്ങളുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ കുട്ടിക്കാലത്ത് റേഡിയേഷൻ എക്സ്പോഷർ, ചില കുഞ്ഞുങ്ങളിലൊക്കെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ക്യാൻസേഴ്സ് ഉണ്ട്, അതിനുള്ള ചികിത്സയായിട്ട് റേഡിയേഷൻ എടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി നശിച്ചു പോകാം. അങ്ങനെയുള്ള ആൾക്കാരിലും പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തൈറോയ്ഡ് രോഗങ്ങൾക്ക് ENT ഡോക്ടറും, അത് ഇപ്പോൾ സാറ് ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ സർജൻ പ്ലസ് ENT ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റാണ്. അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ വിഭാഗങ്ങളെയൊക്കെ തൈറോയ്ഡ് ഉള്ളവർ കൺസൾട്ട് ചെയ്യാനായി പോകുന്നത് കണ്ടിട്ടുണ്ട്. ENT ഡോക്ടറുടെ ഇടപെടൽ തൈറോയ്ഡ് ഏത് തരത്തിലുള്ള തൈറോയ്ഡ് രോഗത്തിലാണ് വരുന്നത്? പൊതുവെ ഹെഡ് ആൻഡ് നെക്ക് സർജൻസ് എന്നുള്ള രീതിക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്നത് തൈറോയ്ഡ് ശസ്ത്രക്രിയകളോ ആ ഒരു രീതിക്കാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. പക്ഷേ എല്ലാവിധ തൈറോയ്ഡ് രോഗങ്ങളും, അത് ഹൈപ്പോതൈറോയിഡിസം, ഇതിനെല്ലാവർക്കും ചികിത്സിക്കാം. MBBS ലെവൽ മുതൽ എൻഡോക്രൈൻ സർജൻ, തൈറോയ്ഡ് സർജൻ, എൻഡോക്രൈനോളജിസ്റ്റ്, ഇഷ്ടംപോലെ എല്ലാവർക്കും ഇതിനെ അറിയാവുന്നവർക്കെല്ലാം ഇതിനെ ചികിത്സിക്കാം. അതിന് പ്രശ്നമില്ല. ഞങ്ങളുടെ അടുത്ത്, അതായത് ഹെഡ് ആൻഡ് നെക്ക് സർജൻസിൻ്റെ അടുത്ത് യൂഷ്വലി വരുന്നത് തൈറോയ്ഡ് മുഖകളാണ്. തടിപ്പുകളും മുഖകളുമായിട്ട് സർജറിക്ക് വേണ്ടിയിട്ടാണ് യൂഷ്വലി പേഷ്യൻസ് ഞങ്ങളെ സമീപിക്കാറുള്ളത്. സർജറിക്ക് ശേഷം അവരുടെ ഹോർമോൺ തുടർ ചികിത്സകളും ഞങ്ങൾ നടത്താറുണ്ട്. തൈറോയ്ഡ് രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ, അല്ലെങ്കിൽ രോഗം നിർണ്ണയിക്കാനായിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തൊക്കെയാണ്? തൈറോയ്ഡ് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ടുള്ളത് ഒന്ന് കഴുത്തിൻ്റെ പരിശോധന,
ഒരു ഡോക്ടറെ സമീപിച്ച് കഴുത്തിൽ തടിപ്പോ മുഴകളോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ സമീപിച്ച് തന്നെ കഴുത്ത് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീനായിട്ടുള്ള ചെക്കപ്പിൽ ഡോക്ടർ കഴുത്ത് പരിശോധിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് അങ്ങനെയാണ് തടിപ്പുകളോ മുഴകളോ അങ്ങനെയുള്ളത് ആദ്യമേ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക. കൂടാതെ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. T3, T4, TSH അല്ലെങ്കിൽ തൈറോയിഡ് പ്രൊഫൈൽ എന്നറിയപ്പെടുന്ന ഈ 3 ടെസ്റ്റുകളാണ് നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രക്തത്തിൽ നിന്നുള്ള ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ, തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോകുന്നതോ കൂടി പോകുന്നതായ അവസ്ഥകൾ, ഫങ്ഷണൽ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ മുഴകളോ തടിപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്ന USG നെക്ക് എന്നുള്ളൊരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഘടനയിലുള്ള മാറ്റങ്ങൾ, തടിപ്പുകളുണ്ടെങ്കിൽ തടിപ്പുകളുടെ പ്രത്യേകത, അത് അതേപോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് എന്തെങ്കിലും ട്യൂമർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അൾട്രാസൗണ്ട് മുഖാന്തരം നമുക്കറിയാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സൂചി പരിശോധന. അത് എല്ലാ രോഗികളിലും വേണ്ട. തടിപ്പുകളോ മുഴകളോ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ എന്ത് തരമാണെന്ന് അറിയാൻ വേണ്ടി അതിനും ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. എല്ലാവരിലും സൂചി പരിശോധന ആവശ്യമില്ല. ഒരു ക്യാൻസർ സംശയിക്കുന്നതോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ളതോ അല്ലെങ്കിൽ രോഗനിർണയത്തിന് എന്തെങ്കിലും സംശയങ്ങളോ ഉള്ളപ്പോൾ മാത്രമാണ് സൂചി പരിശോധന നമ്മൾ ചെയ്യാറുള്ളൂ. അതും വളരെ ചെറിയൊരു ടെസ്റ്റാണ്. ബ്ലഡ് എടുക്കുന്ന പോലെ തന്നെ നേരത്തെ ഒരു സൂചി കൊണ്ട് ഒന്ന് തൈറോയിഡിൻ്റെ അംശം കോശം കുത്തിയെടുത്ത് പരിശോധിച്ച് നോക്കുന്നു. ചില സാഹചര്യങ്ങൾ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികൾ തന്നെ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് റിസൾട്ട്സും ചെയ്തിട്ട് കുറേ ടെസ്റ്റുകൾ, പാനൽ ഓഫ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അവർ ഡോക്ടറെ സമീപിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടറെ കണ്ടിട്ട് വളരെ അത്യാവശ്യമുള്ള 1, 2, 3 ടെസ്റ്റുകൾ തന്നെ മതിയാവും തൈറോയിഡ് രോഗങ്ങൾ നിർണ്ണയിക്കാൻ. അമിതമായിട്ടുള്ള ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. സാർ, അതുപോലെ ക്യാൻസറിൻ്റെ കാര്യം സാറ് സൂചിപ്പിച്ചല്ലോ. അതുപോലെ ഈ കഴുത്തിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൈറോയിഡിനെയാണോ ക്യാൻസർ ബാധിക്കുന്നത്? അല്ല, കഴുത്തിലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാൻസേഴ്സ് ഉണ്ട്. ഒന്ന് തൈറോയിഡ് ഗ്രന്ഥിയുടെ ആവാം, അന്നനാളത്തിലെ ആവാം, ശ്വാസനാളത്തിലെ ആവാം, അതല്ലെങ്കിൽ വായിലെയോ ചുണ്ടിലെയോ ക്യാൻസേഴ്സിൻ്റെ ഒരു ഭാഗം കഴുത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള പലതും ആവാം. തൈറോയിഡ് ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തു നിന്നും ഉണ്ടായ ക്യാൻസർ തൈറോയിഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അത് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകാറുള്ളൂ. ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും പ്രൈമറി തൈറോയിഡ് ക്യാൻസേഴ്സ്, അതായത് തൈറോയിഡ് ഗ്രന്ഥിക്കകത്ത് തന്നെ ഉണ്ടാകുന്ന ക്യാൻസേഴ്സാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഈ ഒച്ചയിൽ വരുന്ന വ്യതിയാനമൊക്കെ, നമ്മുടെ സൗണ്ടിൽ വരുന്ന വ്യതിയാനം. തൈറോയിഡ് ക്യാൻസേഴ്സ് ഒട്ടുമിക്ക ആളുകളിലും പുറത്തേക്ക് പ്രകടമാകാറില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒട്ടുമിക്ക സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് പാപ്പിലറി കാർസിനോമ, ഡിഫറൻഷ്യേറ്റഡ് തൈറോയിഡ് ക്യാൻസേഴ്സ് എന്ന് പറയും. തൈറോയിഡിൻ്റെ ക്യാൻസേഴ്സ് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതിൽ നല്ല ക്യാൻസേഴ്സാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ ഇതും ഒട്ടുമിക്ക ആൾക്കാരിലും ഇത് പുറത്തേക്ക് പ്രകടമാകാറില്ല. ഇപ്പം നമ്മളിവിടെയുള്ള ആൾക്കാരെ തന്നെ ഒന്ന് സ്കാൻ ചെയ്താൽ നമുക്കൊക്കെ ഉണ്ടാവും, നമുക്കത് അറിയത്തില്ല. ഒട്ടുമിക്ക സാഹചര്യങ്ങളും നമ്മൾ മരിച്ച് ചിലപ്പോൾ ഓട്ടോപ്സി വേണ്ടി ചെയ്യുമ്പോഴോ ആ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നറിയുന്നത്. സാധാരണഗതിയിൽ തൈറോയിഡ് ക്യാൻസേഴ്സ് ശല്യം ഉണ്ടാക്കാറില്ല, ഞാഞ്ഞൂലായി കടന്നു പോകത്തേ ഉള്ളൂ. പക്ഷേ ചില ആളുകളിൽ ഇത് അമിതമായിട്ട് വളരുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി വരികയോ അങ്ങനെയുള്ള രീതിക്ക് വരും. അങ്ങനെയുള്ള ആൾക്കാരിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭക്ഷണം ഇറങ്ങി പോകുമ്പോൾ ചെറിയ തടസ്സം പോലെ ഫീൽ ചെയ്യുക, ഇറക്കി വിടാനോ ചെറിയ ബുദ്ധിമുട്ട് തോന്നുക, അതല്ലെങ്കിൽ ശബ്ദത്തിൽ പതർച്ച ഉണ്ടാവുക, എന്താ എങ്ങനെയാ എന്നുള്ള രീതിക്ക് ശബ്ദം ഇടകുക, അവർക്ക് വ്യക്തമായിട്ടുള്ള ശബ്ദം സംസാരിക്കാൻ പറ്റാതിരിക്കുക. അതല്ലെങ്കിൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുറത്തേക്ക് തള്ളി വരുന്ന മുഖകൾ, തടിപ്പുകൾ, അങ്ങനെയുള്ള പ്രകടനം. ഇതാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾക്ക്. അതായത് കോസ്മസിസ് എന്ന് പറയാം, കാഴ്ചയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കംപ്രഷൻ സിംറ്റംസ്, ശബ്ദത്തിനുണ്ടാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ. ഇതാണ് തൈറോയിഡ് ക്യാൻസേഴ്സിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ. തൈറോയിഡ് രോഗങ്ങളിൽ സർജറി പ്രിഫർ ചെയ്യുന്ന രോഗാവസ്ഥ ക്യാൻസറിന് കൂടാതെ മറ്റ് തൈറോയിഡ് രോഗങ്ങൾക്കും സർജറി നിർദ്ദേശിക്കുമോ? എല്ലാ തൈറോയിഡ് രോഗങ്ങൾക്കും സർജറി വേണമെന്നല്ല. ക്യാൻസർ സംശയിക്കുന്നതോ ക്യാൻസർ ആണെന്ന് ഉറപ്പുള്ള രോഗങ്ങളിൽ മാത്രമേ സർജറി ആവശ്യമുള്ളൂ തൈറോയിഡ്. അതല്ലെങ്കിൽ കോസ്മെറ്റിക് കൺസേൺസ്, ഇപ്പം കഴുത്തിലൊക്കെ മുഖ കാണും, പുറമേക്ക് പോകാൻ ചെറിയ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കോസ്മെറ്റിക് കൺസേൺ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ കംപ്രഷൻ സിംറ്റംസ്, ശബ്ദനാഡിയെ കംപ്രസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ഇറങ്ങി പോകുമ്പോൾ തടസ്സം പോലെ ഫീൽ ചെയ്യുന്നു, അങ്ങനെ കംപ്രഷൻ സിംറ്റംസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ക്യാൻസർ സംശയിക്കുന്നതോ ക്യാൻസറാണെന്ന് ഉറപ്പുള്ളതോ, ഈ 4 കണ്ടീഷൻസിലാണ് പൊതുവായിട്ട് തൈറോയിഡ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, മുന്നേ പറഞ്ഞ പോലെ തൈറോയിഡ് ഗ്രന്ഥി അമിതമായിട്ട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് ട്രൈ ചെയ്ത് നോക്കുന്നു, മെഡിക്കൽ മാനേജ്മെൻറ്റ് ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, തൈറോയിഡ് ഗ്രന്ഥി നിയന്ത്രണാതീതമായിട്ട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നീക്കം ചെയ്ത് കളഞ്ഞ്
നമ്മൾ ചെയ്യും. ഇതാണ് പൊതുവെ തൈറോയ്ഡ് ശസ്ത്രക്രിയകളുടെ ഇൻഡിക്കേഷൻസ്. ശസ്ത്രക്രിയ തന്നെ പൊതുവേ കുറച്ചൊരു ടെൻഷൻ തരുന്നതാണ്. അപ്പം തൊണ്ടയിലൊക്കെ സെൻസിറ്റീവ് ഏരിയകളിലാകുമ്പോൾ എങ്ങനെ നമുക്ക് സർജറിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് നോർമലായിട്ടുള്ള ലൈഫ് സാധ്യമാണോ? തൈറോയ്ഡ് ശസ്ത്രക്രിയ എപ്പോഴും ചെയ്യുമ്പോൾ ഹൈ വോളിയം സർജൻ്റെ അടുത്ത് തന്നെ വേണം ചെയ്യാൻ. തൈറോയ്ഡ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സർജൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, തൈറോയ്ഡ് ഗ്രന്ഥിയോട് പറ്റിച്ചേർന്നാണ് നമ്മുടെ ശബ്ദനാഡി, നമ്മുടെ വോക്കൽ കോഡ്സിനെ നിയന്ത്രിക്കുന്ന ശബ്ദനാഡികൾ കടന്നു പോകുന്നത്. അപ്പോൾ തൈറോയ്ഡ് സർജറി ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ശബ്ദനാഡിക്ക് മുറിവ് പറ്റാനോ വലിച്ചിൽ പറ്റാനോ സാധ്യതയുണ്ട്. അതോടുകൂടി ശബ്ദം ഇടകും, അതല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയോട് ചേർന്ന് ഏകദേശം 100 രോഗികൾക്കാണ് ഇതിനുള്ള സാഹചര്യം ഉണ്ടാവുക. 100 പേഷ്യൻസിന് സർജറി ചെയ്യുമ്പോൾ 2 രോഗികൾക്ക് ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 2% ചാൻസ് വേറെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയോട് പറ്റിച്ചേർന്ന് തന്നെയാണ് പാരാതൈറോയ്ഡ് എന്ന ശരീരത്തിലെ കാൽഷ്യം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയുള്ളത്. അപ്പോൾ തൈറോയ്ഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അത് ചെറിയ പയറുമണിയുടെ വലിപ്പമേ ഉള്ളൂ, ചെറിയ പയറിൻ്റെ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ തൈറോയ്ഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥി നഷ്ടപ്പെട്ടു പോകും അറിയാതെ തന്നെ. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഒപ്പം തന്നെ ജീവിതകാലം മുഴുവൻ കാൽഷ്യത്തിൻ്റെ ഗുളികയും കഴിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ എപ്പോഴും തൈറോയ്ഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഹൈ വോളിയം സർജൻ, സ്ഥിരമായിട്ട് തൈറോയ്ഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജൻ്റെ അടുത്ത് നിന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സും നല്ലതായിരിക്കും. ഇപ്പോൾ സാറ് പറഞ്ഞാൽ 100 പേരിൽ 2 പേർക്കുള്ള റിസ്ക് ഫാക്ടർ ഇല്ലാതെ എവറിത്തിങ് നോർമൽ, എവറിത്തിങ് സക്സസ്ഫുൾ ആയി നടന്നൊരു സർജറി എന്നിരിക്കെ പേഷ്യൻ്റ് ബാക്ക് ടു നോർമൽ, എല്ലാ ഫങ്ഷൻസും നോർമലായി വരുമെന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. തൈറോയ്ഡ് ശസ്ത്രക്രിയ വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ്. ഈ മേൽപ്പറഞ്ഞ 2 കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക. മൂന്നാമത്തെ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ശരീരത്തിന് ഏറ്റവും നമ്മൾ ഭ്രൂണമായി കിടക്കുന്ന അവസ്ഥ മുതൽ, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന അവസ്ഥ മുതൽ നമ്മൾ മരണപ്പെടുന്ന അവസ്ഥ വരെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള അവയവമാണ് തൈറോയ്ഡ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിന് ആനുപാതികമായിട്ട് ലൈഫ് ലോങ് തൈറോയ്ഡ് ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും. റീപ്ലേസ്മെൻ്റ് ആയിട്ട് തൈറോയ്ഡ് ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും. ഇനി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കാരണമാണ് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡോസ് കൂട്ടി ഉയർന്ന ഡോസിൽ ക്യാൻസറിനെ അടിച്ചമർത്തി വയ്ക്കാൻ വേണ്ടി ഉയർന്ന ഡോസിൽ തൈറോയ്ഡ് ടാബ്ലറ്റ്സ് ലൈഫ് ലോങ് കഴിക്കേണ്ടി വന്നേക്കാം. ഇനി ചില രോഗികളിൽ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യില്ല, പകുതിയായിട്ട് ഹെമി തൈറോയ്ഡെക്ടമി എന്ന് പറയും. അസുഖം ബാധിച്ച ഇത് 2 വശത്തും തൈറോയ്ഡ് ഉണ്ട്. അപ്പോൾ അസുഖം ബാധിച്ച തൈറോയ്ഡ് മാത്രം നീക്കം ചെയ്യും. അങ്ങനെയുള്ള രോഗികളിൽ 20% ആൾക്കാർക്ക് കാലക്രമേണ ഗുളിക കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ബാക്കി 80% ആൾക്കാർക്കും ഗുളികളുടെ ആവശ്യം വേണ്ടി വരില്ല, കാരണം മറ്റേ ഗ്രന്ഥി പ്രവർത്തിക്കും. അപ്പോൾ 20% ആൾക്കാർക്ക് വേണ്ടി മാത്രം ഗുളിക കഴിക്കേണ്ടി വന്നേക്കാം. തൈറോയിഡിനായി ശേഷം ഈ കഴിക്കുന്ന മരുന്നുകൾ, ലൈഫ് ലോങ് മരുന്നുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. സാധാരണ മരുന്നുകൾ ഒത്തിരി ഉപയോഗിക്കുമ്പോൾ കിഡ്നി പോലുള്ള മറ്റ് അനുബന്ധ അവയവങ്ങളെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മരുന്നുകളും അങ്ങനെ എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്? ഇല്ല. തൈറോയ്ഡ് നീക്കം ചെയ്തതിന് ശേഷം കഴിക്കുന്ന ഗുളികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ തന്നെ സപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്താണോ നാച്ചുറലി ഉൽപ്പാദിപ്പിക്കേണ്ടത് അതേ ഹോർമോൺ തന്നെ നമ്മൾ പുറമേ നിന്ന് സപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഹോർമോൺ തന്നെയാണ്, അല്ലാതെ കെമിക്കൽസോ അങ്ങനെയുള്ള രീതിക്കുള്ള പദാർത്ഥങ്ങളൊന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഡോസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഡോസ് കൂട്ടണം, വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡോസ് കുറയ്ക്കണം. അപ്പോൾ ഓരോ 6 months കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ടൈട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. തൈറോയ്ഡ് ക്യാൻസറുകളെക്കുറിച്ചും സർജറിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പൊതുവേ ക്യാൻസർ ആളുകളിൽ വളരെ ഭീതി പരത്തുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ അത്രയും പേടിക്കേണ്ടതാണോ, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണോ? തൈറോയ്ഡ് ക്യാൻസേഴ്സ് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 95%-അധികമാണ് ക്യൂർ റേറ്റ്. അതായത് പൂർണ്ണമായിട്ട് നമുക്ക് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നത് 95%-ന് മേളിലാണ്. അതിൻ്റെ 5 year അല്ലെങ്കിൽ 20 years സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത്, ഓവറോൾ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 90%-ന് മേളിലാണ്. അതായത് അസുഖം കണ്ടുപിടിച്ച് 20 വർഷങ്ങൾക്കപ്പുറം 90% ആൾക്കാരും ജീവിച്ചിരിക്കും. അതങ്ങനെ പേടിക്കേണ്ട അസുഖങ്ങളൊന്നുമല്ല. പിന്നെ നേരത്തെ കണ്ടുപിടിക്കണം. തടിപ്പുകളോ മുഖകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുക. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി, തൈറോയ്ഡിൻ്റെ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും കുടുംബത്തിലുള്ളവർ, അതല്ലെങ്കിൽ കുട്ടിക്കാലത്ത് റേഡിയേഷൻ എടുക്കേണ്ട രോഗങ്ങൾ എന്തെങ്കിലും വന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് നേരത്തെ തന്നെ ഡോക്ടറെ കാണുക. പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത് പാപ്പിലർ കാർസിനോമ, ഫോളിക്കുലർ കാർസിനോമ എന്നുള്ള 2 വേരിയൻ്റാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെയും സർവൈവൽ നല്ലതാണ്. മറ്റ് വളരെ അപൂർവമായിട്ട് അനാപ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെഡുലറി കാർസിനോമാസ് എന്നുള്ള രീതിയിൽ ജനിതകമായിട്ടൊക്കെ കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള ക്യാൻസേഴ്സിൽ സർവൈവൽ കുറച്ച് മോശമാണ്. എന്നാലും ഓവറോൾ തൈറോയ്ഡ് ക്യാൻസർ ബാധിതയാണെങ്കിൽ പോലും
നല്ല നിലയിലുള്ള നല്ല ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു സംശയമാണ്, തൈറോയിഡ് സർജറി കഴിഞ്ഞ പലരിലും ഒരു നീളത്തിലൊരു വലിയ മുറിപ്പാട് ശേഷിക്കുന്നത് കാണാം. അപ്പോൾ സാറ് കോസ്മെറ്റിക് കൺസേൺ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുട്ടികളിലൊക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെ ആണെങ്കിലല്ലേ സൗന്ദര്യം കൺസിഡർ ചെയ്യുന്ന ആരാണെങ്കിലും അങ്ങനെ ഒരു പാട് അവശേഷിക്കുമ്പോൾ ആ സർജറിയോടൊരു വിമുഖത കാണിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും സർജറി കുറച്ചും കൂടെ ലൈറ്റനാക്കി കീഹോൾ അല്ലെങ്കിൽ പോലത്തെ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? തൈറോയ്ഡ് ശസ്ത്രക്രിയയുടെ പ്രധാന കോംപ്ലിക്കേഷൻസ് നേരത്തെ മുന്നേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു വിദഗ്ധ സർജൻ ചെയ്ത് കഴിഞ്ഞാൽ നെർവ് ഡാമേജ്, ഹൈപ്പോകാൽസിമിയ അതിനൊക്കെ ചാൻസ് കുറവാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ രോഗികളെ അലട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ മുന്നിലായിട്ട് വരുന്ന സ്കാറാണ്. ഓക്കെ, കാരണം തുറന്ന് ഓപ്പൺ സ്പേസ് ആണ്. അത്രയും വലിയ സ്കാർ വരുമ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് തൈറോയ്ഡ് എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് ശസ്ത്രക്രിയകൾ ലഭ്യമാണ്, നമ്മളിവിടെ ചെയ്യുന്നുമുണ്ട്. അതായത് നമുക്ക് ചെറിയ തടിപ്പുകൾ 2 സെൻറ്റിമീറ്ററിലൊക്കെ താഴെയുള്ള തൈറോയ്ഡ് മുറികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുണ്ടിനടിയിലൂടെ പോയി ഇത് നീക്കം ചെയ്യാം. കഴുത്തിൽ ഒരു മുറിപ്പാടും ഉണ്ടാകത്തില്ല, ചുണ്ടിനടിയിലൂടെ മാത്രം. വായനകത്തായതുകൊണ്ട് അത് അറിയുന്നുമില്ല, പുറത്തേക്ക് അറിയുന്നത്. അപ്പം സ്കാർലെസ് തൈറോയ്ഡക്ടമി ഇന്ന് നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 സെൻറ്റിമീറ്ററിന് മേളിലാണ് അതിനേക്കാളും വലിയ മുറികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കക്ഷത്തിനടിയിലൂടെ ആക്സിലറി അപ്രോച്ചിലൂടെ നമുക്കത് നീക്കം ചെയ്യാനും സാധിക്കും. അതായത് കഴുത്തിൻ്റെ മുന്നിൽ മുറിപ്പാടുണ്ടാവില്ല. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്കാണ് കൂടുതലും നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ കോസ്മെറ്റിക്കായിട്ട് ആരെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ചെയ്തു കൊടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൺസേണാണ് വേദന. സർജറികളുടെ വേദനയെ പറ്റി എന്ന് പറയും. തൈറോയ്ഡ് ശസ്ത്രക്രിയ അത്ര വലിയ വേദനകരമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. 1-2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മതിയാവും. പക്ഷേ ഒരാഴ്ച മുതൽ 10 ദിവസം വരെ വീട്ടിൽ വലിയ ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും പാടില്ല. വേദന എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ നിയന്ത്രണ വിധേയമാകുന്ന പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ തൈറോയ്ഡ് ശസ്ത്രക്രിയയിൽ. അത് 3-4 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വേദന, അത്യാവശ്യം അതും ഗുളിക കഴിക്കേണ്ടി വരുന്ന വേദന ആയിരിക്കത്തില്ല, വല്ലപ്പോഴും അത്രയേ ഉള്ളൂ. പക്ഷേ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുന്നതോടുകൂടി തന്നെ രോഗി പൂർണ്ണമായിട്ടും ഓപ്പറേഷൻ്റേതായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വന്നിരിക്കും. ഇപ്പോൾ സാറ് ശബ്ദ വ്യതിയാനങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ പ്രാസംഗികർ, പാട്ട് പാടുന്ന ആളുകൾ, ഇവരിലൊക്കെയാണ് ഈ ചികിത്സയും സർജറിയൊക്കെ നടത്തുന്നതെങ്കിൽ പിന്നീട് അവർക്ക് അങ്ങനെ ഒരു കരിയർ അല്ലെങ്കിൽ ഒച്ചയെടുത്തുള്ള സംസാര രീതികൾ സാധ്യമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഹൈ വോളിയം സർജൻ്റെ അടുത്ത് തന്നെ ചെയ്യണം. സ്ഥിരം തൈറോയ്ഡ് ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഒരാളുടെ അടുത്താകുമ്പോൾ സാധ്യത കുറവാണ്. പിന്നെ ഇന്ന് നമുക്ക് നെർവ് മോണിറ്റർ എന്നുള്ള ഓപ്ഷനുണ്ട്. അതായത് സർജറി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെർവിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ മോണിറ്ററിൽ അലാറം അടിക്കുകയും ബീപ്പ് അടിക്കുകയും നമുക്കൊരു മുൻകരുതൽ, സർജന് ഒരു മുൻകരുതൽ നൽകും, ഒരു വാർണിംഗ് തരും. ഓക്കെ, യു ആർ ക്ലോസ് ടു ദ നെർവ്, ബി കെയർഫുൾ എന്നുള്ള രീതിക്ക് സർജന് ഒരു വാർണിംഗ് തരും. അപ്പോൾ ആ രീതിക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്ത് സൂക്ഷ്മതയോടുകൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദത്തിന് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ സർജറി ചെയ്യാം. പ്രത്യേകിച്ച് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിൻ്റെ കാര്യത്തിൽ സർജൻ എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കും യൂഷ്വലി. നിയന്ത്രിതമായിട്ട് ജീവിക്കേണ്ട സാഹചര്യമില്ല. ഈവൻ സർജറി സക്സസ്ഫുൾ ആയിട്ട് പോയാൽ നിയന്ത്രിതമായിട്ട് ജീവിക്കേണ്ട കാര്യം ഒന്നുമില്ല. അവരുടെ ശബ്ദത്തിൽ ഒരു മാറ്റം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. തൈറോയ്ഡ് രോഗത്തെപ്പറ്റി പ്രധാനപ്പെട്ട എല്ലാ അറിവുകളും ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാറിന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്നിരുന്നാലും നമുക്ക് സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു മുൻകരുതൽ പോലെ ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുൻകരുതൽ ക്രമങ്ങൾ, ഭക്ഷണക്രമം, വ്യായാമം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാമോ? ജനിതകമായിട്ട് തൈറോയ്ഡ് രോഗം വരാൻ സാധ്യതയുള്ള ആളുകൾ, അതായത് കുടുംബത്തിലുണ്ട്, അങ്ങനെയുള്ളവരിൽ എന്തായാലും ഇത് വരും, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള ആളുകളിൽ, അതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആളുകളിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ലപോലെ 45 മിനിറ്റോളം നടക്കുന്ന ഒരു വ്യായാമം, സൈക്ലിംഗ് ആവാം, ഓടുന്നതാവാം, അങ്ങനെയുള്ള രീതിക്ക് വ്യായാമം ചെയ്താൽ നമുക്ക് അമിതമായിട്ട് തടി വയ്ക്കാതെ നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റായിട്ട് നിലനിർത്താം. അതനുസരിച്ച് അത് ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള അസുഖങ്ങളുള്ളവരിൽ അത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ഹോർമോൺ നീഡ്സ് കുറവായിരിക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീകൃതമായ ആഹാരം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയഡിൻ, സെലീനിയം, സിങ്ക് ഇതെല്ലാം അടങ്ങിയ ഇതൊക്കെയുള്ള സമീകൃത ആഹാരം, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കാം, ഡയറ്റിൽ കുറയ്ക്കുക. അതേപോലെ ബ്രാസിക്ക ഫാമിലിയിലുള്ളതോ സോയാബീൻ അങ്ങനെയുള്ള ഫുഡ്സ് ഡയറ്റിൽ കുറയ്ക്കുക. മൂന്നാമത് സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ്സ് കൂടുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ കൂടും. അതായത് സ്ട്രെസ്സ് കുറയുന്ന ജോലിയിലാവാം, കുടുംബത്തിലാവാം. അപ്പോൾ അങ്ങനെ സ്ട്രെസ്സ് കുറയാനുള്ള യോഗ പോലെയുള്ള കാര്യങ്ങൾ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രെസ്സ് കുറയാനായിട്ട് എടുക്കാം. നല്ല ഉറക്കം, 7 to 8 hours കണ്ടിന്യൂസ് സ്ലീപ്പ്, ഗുഡ് സ്ലീപ്പ്, കണ്ടിന്യൂസ് സ്ലീപ്പ് ആയിരിക്കണം. ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് ഹാഫ് ആൻ അവർ, 5 മണിക്കൂർ രാത്രി, 4 മണിക്കൂർ മോർണിംഗ്, അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഗുഡ് സ്ലീപ്പ് കിട്ടുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ തന്നെയാണെങ്കിലും വരാതെ നമുക്ക്
പിന്നെ പൊതുവായിട്ടുള്ള നിങ്ങളുടെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജിലാണെങ്കിലും നിങ്ങളൊരു കഴുത്തിൻ്റെ ഇവാലുവേഷൻ കൂടി നടത്തി എന്നുള്ളത് ഒരു ഡോക്ടറെ കൊണ്ട് കഴുത്ത് തൊട്ട് നോക്കിക്കുക, കഴുത്തിൻ്റെ ഇവാലുവേഷൻ നടത്തി എന്നുള്ളത് ഉറപ്പിക്കുക. അതേപോലെ തടിപ്പുകളോ മുഖകളോ അങ്ങനെ എന്തെങ്കിലും കഴുത്തിൽ നോട്ടീസ് ചെയ്താൽ വെയിറ്റ് ചെയ്യാതെ തന്നെ ഡോക്ടറെ സമീപിച്ച് വേണ്ട പരിശോധനകൾ ചെയ്യുക എന്നുള്ളതും, നേരത്തെ അസുഖം തിരിച്ചറിഞ്ഞാൽ നേരത്തെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. തൈറോയിഡിനെ ബാധിക്കുന്ന രോഗങ്ങളെയും രോഗലക്ഷണങ്ങളെയും ചികിത്സയെയും സർജറികളെയും എല്ലാം കുറിച്ച് വിശദമായി തന്നെ നമ്മളോട് സംവദിച്ച ഡോക്ടർ സനുവിന് നന്ദി. ഒപ്പം ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലും ചിട്ടയായ ജീവിതശൈലികളെയും ഒക്കെ ഡോക്ടർ നമുക്ക് കാര്യമായി തന്നെ പറഞ്ഞു തരികയുണ്ടായി. ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിന് ഈ ആരോഗ്യ പരമ്പരയിലെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് എന്നും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി കാണും വരെ ദിസ് ഇസ് ആര്യ ബോസ് സൈനിങ് ഓഫ്.